അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ തന്നെ ചികിത്സ കിട്ടണം. അതല്ലാണ്ട് അയൽ ജില്ലയിലോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം മാറണം. തൊട്ടടുത്താണ് നമ്മുടെ ഒരു 3-4 മാസം മുമ്പ് നീലേശ്വരത്ത് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാകും. എല്ലാ ആംബുലൻസുകളും കണ്ണൂർ മംഗലാപുരത്തേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു കെയറും സംവിധാനമുണ്ട്, ബേൺസ് ICU. ആ ബേൺസ് ICUയുടെ ഒരു കെയറും കൂടി നമുക്ക് തീർച്ചയായിട്ടും ബേൺസ് ICUയും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും നിർബന്ധമായിട്ടും വേണം. കാരണം ഇത്തരം അപകടങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നൊരു ബോധവൽക്കരണം ആ നാട്ടുകാർക്ക് വേണം, അതേപോലെ അവിടെയുള്ള ആശുപത്രി ജീവനക്കാർക്കും വേണം. അപ്പോൾ അതിന് എംപവർമെൻറ്റ് ഓഫ് ദ സിസ്റ്റം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അവരെ എങ്ങനെ അപ്സ്കില്ല് ചെയ്യാം, എങ്ങനെ അവരെ എംപവർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ വിഷുവൊക്കെ വരികയാണ്. ഇപ്പോൾ വിഷുവിന് പടക്കം പൊട്ടിച്ചിട്ട് അപകടം വരുന്നതിനേക്കാളും അപകടം വരാതെ എങ്ങനെ നമ്മൾ വിഷു ആഘോഷിക്കും എന്നൊരു ബോധവൽക്കരണം നമുക്ക് വേണം. നമ്മളെ കേരളത്തിലെ എല്ലാ പ്രശ്നവും നമ്മളെല്ലാ ആഘോഷങ്ങൾക്കും ചെയ്തിട്ട് അവസാനം ഒരു അപകടം വരുമ്പോൾ നമ്മൾ അതെടുത്ത് ഓടയാണ്. ഇനി അങ്ങോട്ട് അപകടങ്ങളിൽ നമ്മൾ മനുഷ്യനെ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി സംവിധാനം ഇവിടെ ഉണ്ടാക്കപ്പെടണം. അതിനുവേണ്ടി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് കാസർഗോഡ് ജനതയ്ക്ക് വേണ്ടി എല്ലാ സഹായം, അത് അവരുടെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ആവട്ടെ, ക്ലിനിക്കൽ സപ്പോർട്ട് ആവട്ടെ, ഇവിടുത്തെ ചെറുകിട ആശുപത്രികൾക്ക് വേണ്ടിയുള്ള ഡോക്ടർ സപ്പോർട്ട് ആവട്ടെ, എല്ലാം നമ്മൾ തരാൻ തയ്യാറാണ്. ഹെൽത്ത് കെയർ ഞാൻ എന്നും പറയുന്ന പോലെ കൊളാബറേറ്റീവ് മോഡൽ ഓഫ് മെഡിസിനാണ്. ഹെൽത്ത് കെയർ ഒരിക്കലും കോമ്പറ്റീഷനുള്ള സാധനമാവാൻ പാടില്ല.